ഭയങ്കര സന്തോഷം. കാരണം ഏതൊരു പെൺകുട്ടി ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ നടക്കുന്നത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കലൈപുരം ആശ്രയ സങ്കേതത്തിൽ നിന്ന് ഇന്ന് ഒരു പെൺകുട്ടി കൂടെ കുടുംബജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സരസു എന്ന പെൺകുട്ടി ഇനി മുതൽ നിതീഷ് ജോസഫിന് സ്വന്തം. ഇന്ന് രാവിലെ 10 മണിക്ക് കലൈപുരം സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരായിരിക്കുകയാണ്. വിവാഹത്തിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക്. സരസു ഞങ്ങളുടെ ആദ്യത്തെ മകളാണ്. 2001 സരസു ഞങ്ങളുടെ മകളായി മാറുന്നത്. കണ്ണൂരിൽ നിന്നാണ് സരസുവും സരസുവിൻ്റെ ആങ്ങളമാർ സുരേഷും സുമേഷും. സരസുവിന് 5 വയസ്സ്, സുരേഷ് 3 വയസ്സ്, സുമേഷ് 2 വയസ്സ്. ഇരട്ടക്കുട്ടികളുടെ പോറ്റമ്മ എന്ന നിലയ്ക്ക് പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ് ഞങ്ങളെ കണ്ണൂരിലെത്തിച്ചത്. അമ്മ ജീവനൊടുക്കുകയാണ് ഉണ്ടായത്. മദ്യപാനിയായ അച്ഛൻ കുടുംബം നോക്കാത്ത ഒരു സാഹചര്യത്തിൽ ഭർത്താവിൻ്റെ മർദ്ദനം സ്ഥിരമായി ഏൽക്കേണ്ടി വന്നത് സഹിക്കവയ്യാതെ മണ്ണെണ്ണ ഒഴിച്ച് ആത്മാഹുതി ചെയ്യുകയായിരുന്നു സരസുവിൻ്റെ അമ്മ. ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് അമ്മ എണ്ണ ഒഴിച്ച് കത്തിച്ച് ആ കുഞ്ഞുങ്ങളുടെ ആ ഹൃദയത്തിലെ പിടച്ചിൽ ഒരിക്കലും മാറുകയില്ല. ആ ഒരു മാനസികാവസ്ഥയിൽ കുഞ്ഞുങ്ങളെ കൊട്ടാരക്കരയിൽ നിന്നും ഞാനും എൻ്റെ ഭാര്യ മിനിയും ചേർന്ന് കണ്ണൂർ ആലക്കോട് ചെന്ന് ഏറ്റെടുത്തുകൊണ്ട് വന്നതാണ്. അന്ന് ആശ്രയ ശിശുഭവൻ ഉണ്ടായിരുന്നില്ല, സങ്കേതമുണ്ട്. മുതിർന്ന ആളുകളെ പാർപ്പിക്കുന്ന സ്ഥാപനം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോഴന്ന് സരസുവിനെയും ആങ്ങളമാരെയും എൻ്റെ വീട്ടിൽ തന്നെയാണ് സംരക്ഷിച്ചിരുന്നത്. 2 വയസ്സും 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ രാത്രി വെച്ചിടത്ത് ഉറക്കുന്നത് എൻ്റെ ഭാര്യയായിരുന്നു. സ്വന്തം മക്കളെ പോലെ തന്നെ അവരെയും ഇടവും വലവും വെച്ച് കിടത്തി അവരെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം ചെയ്യിച്ചു. സരസു മിടുക്കിയാണ്. നന്നായിട്ട് പാടും, നന്നായിട്ട് വരയ്ക്കും, നന്നായിട്ട് അഭിനയിക്കും, നന്നായിട്ട് നൃത്തം ചെയ്യും. പിന്നെ സർവകലാവല്ലഭ എന്ന് വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള ഒരു കലാതിലകം എന്ന് വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള ഒരു സൽസ്വഭാവിയായ മകളാണ്. പഠനകാര്യത്തിന് അവൾ പിന്നിലായിരുന്നില്ല. 10ാം ക്ലാസ്സിൽ ഫുൾ A+ പാസ്സായി. 12ാം ക്ലാസ് അതുപോലെ ഉന്നത വിജയം കൈവരിച്ചു. അതിനുശേഷം അവിടെ ആഗ്രഹപ്രകാരം സോഷ്യൽ വർക്കിൽ തന്നെ മാസ്റ്റർ ബിരുദം എടുത്തു. ഇവിടെ കലയോര ആശ്രയ സങ്കേതത്തിൽ തന്നെ സൈക്കാട്രി സോഷ്യൽ വർക്കറായി നിലവിൽ ജോലി ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ സമയം കണ്ടെത്തി സരസു ഇപ്പോഴും സിവിൽ സർവീസ് കോച്ചിങ് നടത്തി വരികയാണ്. ഒരുപക്ഷെ ദൈവം അനുഗ്രഹിച്ചാൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു ജില്ലാ കളക്ടറായിട്ട് സരസു എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നത്. സരസുവിന് അനുയോജ്യനായ ഒരു മകനെ കൂടി ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് കണ്ണൂർ കേളകത്ത് നിന്നാണ്. കണ്ണൂരിൽ നിന്നാണ് സരസുവിനെ കൊട്ടാരക്കരയിലേക്ക് ചേർത്ത് കൊണ്ടുവന്നത്. ആ മകളെ കണ്ണൂരേക്ക് തന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി വിവാഹത്തിനുണ്ട്. ഇന്നത്തെ ഈ ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളുടെ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരുടെയും പ്രാർത്ഥന സരസുവിനും കുടുംബജീവിതത്തിനുണ്ടാകണമെന്ന് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. സരസു ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഞങ്ങളുടെ ആദ്യത്തെ മകളാണ്. ഞങ്ങളെ പപ്പ മമ്മി എന്ന് ആദ്യം വിളിച്ച മോളാണ്. സന്തോഷകരമായ കുടുംബജീവിതം അവൾക്ക് കിട്ടുമെന്ന് അറിയാം. കാരണം അവൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ, ഇന്നത്തെ കുട്ടികൾ വളരുന്നത് പോലെയല്ല, ഒത്തിരി കഷ്ടങ്ങൾ അവൾ അനുഭവിച്ചാണ് അവളുടെ ജീവിതം അവളുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് അവൾ നേടിയെടുത്തതാണ്. ഒത്തിരി 5 വയസ്സിലെ കുട്ടികളൊക്കെ എന്തോ ചെയ്യുന്നു, അതൊക്കെ ആ പ്രായത്തിൽ അവൾ ചെയ്ത് അവളുടെ സഹോദരങ്ങളെ പോറ്റിയത്. ഇന്ന് അവൾ ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ഒരു കഠിനാധ്വാനം പിന്നെ അവളുടെ പ്രാർത്ഥനയും ഒക്കെയാണ്. ഒത്തിരി സന്തോഷമുണ്ട് അവൾ ഇന്ന് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുന്നത്. കാരണം കൂടുതലും എല്ലാം പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ 4 പേരിൽ നിന്ന് കരഞ്ഞു പോകും. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഞങ്ങളുടെ ഇവിടുത്തെ മൂത്ത മോളാണ്. അവൾ ഞങ്ങളിൽ നിന്നൊക്കെ പോകുന്നതിൻ്റെ ഒത്തിരി സന്തോഷവും അതുപോലെ അതിലുപരി ദുഃഖങ്ങളും ഉണ്ട്. കാരണം ഇനി ഞങ്ങളെ കുഞ്ഞിനെ കാണണമെങ്കിൽ വയനാട് വരെ പോകണം. അതുകൊണ്ട് കണ്ണൂർ വരെ, അത് തന്നെ കണ്ണൂർ വരെ പോകണം. അതുകൊണ്ട് സന്തോഷമായിട്ട് എൻ്റെ കുഞ്ഞ് ജീവിക്കട്ടെ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇവിടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനത്തോടെ നോക്കാനും നമ്മുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കാനും അവർക്ക് ആരൊക്കെ ഉണ്ടോ പഠിപ്പിച്ച് LKG പഠിപ്പിച്ച അധ്യാപകർ മുതൽ അവളിപ്പം വരെ നോക്കിയ എല്ലാ അധ്യാപകരെയും മറക്കാതെ അവരെയൊക്കെ കാണുക, അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ടവർക്ക് കഴിയുന്നത്. ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും കഴിയത്തില്ല. പക്ഷേ അവൾ അതൊക്കെ കണക്കാക്കി നേരത്തെ മുൻകൂട്ടി എല്ലാ കാര്യവും കണ്ട് എല്ലാവരും ലിസ്റ്റ് എടുത്ത് എല്ലാ അധ്യാപകരും നേരിട്ട് കാണാൻ പറ്റുന്നത് നേരിട്ട് കാണുക, അല്ലാതെ വിളിച്ച് പറയാൻ പറ്റുന്നത് വിളിച്ച് പറഞ്ഞൊക്കെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചൊരു മോളാണ്. ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. എക്സ്പെഷ്യലി എൻ്റെ പപ്പയും മമ്മയും
എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും അവരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ പപ്പേനെ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരോടും നന്ദി മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ. പേര് നിതീഷ്, കണ്ണൂരിൽ നിന്ന് വരുന്നു. ഫേസ്ബുക്കിലൂടെ കണ്ട് പെങ്ങളാണ് ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നത്. നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് എത്തി. എല്ലാവരും മമ്മിയും എല്ലാവരും ഉണ്ട്. സന്തോഷം തന്നെ. ഞാനിവിടുത്തെ ശിശുഭവൻ്റെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ മോളാണ് സരസു. ഇവിടെ വന്ന് നല്ല കുട്ടിയായിട്ട് പഠിച്ച് മിടുക്കിയായി നല്ലൊരു ബന്ധവും കിട്ടിയതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഒരു 2007 മുതൽ ഞാനിവിടെ ഉണ്ട്. 22 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. 5 വയസ്സിൽ ഇവിടെ വന്നു. 2001 മുതൽ ഇവിടെ ഉണ്ട്. അപ്പം ഇനി ഞങ്ങളെയൊക്കെ വിട്ട് പോവുക, വന്ന നാട്ടിലോട്ട് തന്നെ പോവുക തിരിച്ച്. അതിന് വളരെയേറെ സന്തോഷമുണ്ട്. ഇത് 3 മക്കളാ. എൻ്റെ ആങ്ങളമാരാണ്. സരസുവിൻ്റെ ആങ്ങളമാരാ 2 പേര്. ഇത് സുരേഷ്, സുരേഷ്, ഉമേഷ്, സുരേഷ്, സരസു 3 മക്കളാ അവര്. ഇത് ആദ്യം 143 ഒരുമിച്ച് കഴിഞ്ഞു. പിന്നെ ഒരുപാട് ഇപ്പൊ ഈ വർഷം തന്നെ ഇത് 4ാമത്തേതാ. ഇനി ഏപ്രിലൊന്ന് നടക്കാൻ പോകുന്നു. എല്ലാം നല്ല കൈകളിലോട്ടാണ് ദൈവം നല്ല കൈകളാണ് കൊണ്ടു തന്നത്. അത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ നിതീഷിൻ്റെ അമ്മാവനാണ്. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നു. അപ്പം സരസുവിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനൊരു മംഗളകർമ്മം പങ്കെടുക്കാൻ സാധിച്ചതിൽ. കുഴപ്പമൊന്നുമില്ല. അവർ നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന്. ആശ്രയയുടെ 1ാമത്തെ പേര്, ആശ്രയ ശിശുഭവൻ്റെ രജിസ്റ്ററിൽ നമ്പർ 1 എഴുതിയിരിക്കുന്ന പേര് കുമാരി സരസുവിൻ്റേതാണ്. ഇനി തൊട്ട് കുമാരി സരസുവല്ല, ശ്രീമതി സരസുവായി മാറിയിരിക്കുന്നു. നിതീഷ് എന്ന സ്വഭാവശുദ്ധിയുള്ള അധ്വാനശീലനായിട്ടുള്ള പരിശ്രമിയായിട്ടുള്ള നല്ല യുവാവിനെ സരസുവിൻ്റെ ഭർത്താവായി ലഭിച്ചു എന്നുള്ളത് സരസുവിൻ്റെ മുൻകാല ജന്മ സുഹൃതമെന്നോ മാതാപിതാക്കളുടെ അനുഗ്രഹമെന്നോ പ്രാർത്ഥനയെന്നോ കൂടപ്പിറപ്പുകളായ സുരേഷിൻ്റെയും സുമേഷിൻ്റെയും ഒക്കെ പ്രാർത്ഥനാഫലമെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾക്ക് സരസു സുരേഷിൻ്റെയും സുമേഷിൻ്റെയും 2 ഇരട്ട കുഞ്ഞുങ്ങളുടെ പോറ്റമ്മയായിരുന്നത് പോലെ ഇപ്പോൾ ഈ 3 ആളുകളുടെയും പോറ്റമ്മയും അച്ഛനുമായിട്ട് നിൽക്കുന്നത് ഞാനും എൻ്റെ ഭാര്യ വിനയുമാണ്. ഒപ്പം ആശ്രയയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഭാരവാഹികളുമായ നിരവധി ആളുകൾ, ആശ്രയയുടെ വൈസ് പ്രസിഡന്റ് പ്രിയ പട്ടാഴി മുരളി സാറ്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രിയ മോഹൻജി നായർ സാറ് തുടങ്ങി കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആശ്രയ അനാഥയില്ലാത്ത ഭാരതം പ്രസ്ഥാനത്തിൻ്റെ 14 ജില്ലകളിലെയും ഭാരവാഹികൾ, കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളവർ മാമ്പഴ, പിന്നെ അലക്സ് അവറുകൾ അടക്കം, കോഴിക്കോട് നിന്ന് റഷീദ്, കാസർഗോഡ് നിന്ന് പ്രിയ ഭരതൻ തുടങ്ങി എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ മകനും ഒപ്പം എൻ്റെ മരുമകനും കൊച്ചുമക്കളും ഒക്കെ ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തിലൊരു ചടങ്ങായിട്ട് ഒക്കെ നടത്തുകയാണ്. വളർന്ന് മിസ്റ്റർ ബിനു വന്നിട്ടുണ്ട്. അതുപോലെ മാധ്യമപ്രവർത്തകർ പ്രിയ സന്തോഷ് സാർ അടക്കമുള്ള ആളുകൾ അച്ചടി മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയുടെയും ഒക്കെ ധാരാളം പ്രവർത്തകർ ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് കടന്നു വന്നു എന്നുള്ളതും അങ്ങേയറ്റം സന്തോഷകരമാണ്. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും പ്രിയ നിതീഷിൻ്റെയും സരസുവിൻ്റെയും കുടുംബജീവിതം ധന്യവും അനുഗ്രഹമായി തീരുന്നതിന് ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ആൻഡ് 200-ലധികം പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം ഒരുക്കി കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി നേട്ടമായി കണക്കാക്കുകയാണ്. 300-ലേറെ കൊച്ചുമക്കളാണ് ഞങ്ങൾക്കുള്ളത്. കേരളത്തിൽ 300 കൊച്ചുമക്കളുള്ള ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ എന്ന് ഇനി അന്വേഷിച്ചെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. 2000 പേരടങ്ങുന്ന കുടുംബമാണ് ആശ്രയ കുടുംബം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള വിവിധ കേന്ദ്രങ്ങളിലായി ആശ്രയ 2000-ലധികം നിരാശ്രയർക്കാണ് അന്നവും അഭയവും നൽകി ആശ്വാസഗോപുരമായി നിലനിൽക്കുന്നത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ അവിടെ ഒരു സിവിൽ സർവീസ് പ്രിലിമിനറി കോഴ്സ് അവിടെ പാസ്സായിട്ടുണ്ട്. ഇനിയും അതിൻ്റെ ഉയർന്ന പരീക്ഷകളിലേക്ക് അവർക്ക് പടവുകൾ ചവിട്ടി ഇനിയും ഒത്തിരി മുന്നേറാനുണ്ട്. നിസ്സാര കാര്യമല്ല. പഠന പ്രയത്നം കൊണ്ട് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. വലിയൊരു ഉപാസന തന്നെ അതിനാവശ്യമാണ്.
അപ്പോൾ ആശ്രയയുടെ ലേബലിൽ കലൈവരം ജോസ് രക്ഷകർത്താവായിരുന്നു കൊണ്ട് ഈ ആശ്രയയുടെ ഒരു മകൾ, ആശ്രയയ്ക്ക് ഡോക്ടർമാരൊക്കെ ഉണ്ട്, മക്കൾ എഞ്ചിനീയർമാർ മക്കളുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ ഒരു IAS IPS ഒക്കെ നേടിയ ഒരു വ്യക്തി കൂടി, അത് സരസുവിലൂടെയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. അവിടെ ദൈവം അവരുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ പൂടിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാം അകമാനമായിട്ടുള്ള സമൂഹത്തിലെ മുഴുവൻ ആശ്രയയെ സ്നേഹിക്കുന്ന, സമൂഹത്തിലെ നിരാശ്രയർക്ക് ആശ്വാസം നൽകുന്ന എല്ലാ സുമനസ്സുകളുടെയും പ്രാർത്ഥന ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിലും ഒപ്പം സരസുവിൻ്റെ മുന്നോട്ടുള്ള പഠനത്തിലും ഉണ്ടാകണമെന്ന് വളരെ സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. ധീരമായിട്ടുള്ള, സജീവമായിട്ടുള്ള, പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ഭൂതകാലം സരസുവിനുണ്ടായിരുന്നു. അത് പറയുന്നതിന് സരസു ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. നാടോടിയായി ജീവിച്ചു വന്നൊരു കുട്ടിയാണ് എന്നാണ് സരസു പറഞ്ഞത്. സരസുവിനെ ഏറ്റെടുക്കുമ്പോൾ പിതാവും ഒപ്പം ഉണ്ടായിരുന്നു. പിതാവ് മാരിമുത്തു കുഞ്ഞുങ്ങളെ ഇവിടെ ആക്കിയിട്ട് പോയി വരാം, മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് യാത്ര വെച്ചു പോയി. പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹം മടങ്ങി വന്നിട്ടില്ല. ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തപ്പോൾ ആദ്യമായിട്ട് ഒരു സ്പോൺസർഷിപ്പ് പറയുന്നത് നമ്മുടെ പാലസ് ലാൻഡിലെ കുട്ടിയമ്മാമയാണ്. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ വടക്കോട്ട് നോക്കുമ്പോൾ ആദ്യം കാണുന്ന വീട് ശ്രീമതി സാറാമ്മ കുഞ്ഞുഞ്ഞ്, ഞങ്ങൾ കുട്ടിയമ്മാമ എന്ന് പറയും. കുട്ടിയമ്മാമ ആശ്രയ പ്രസ്ഥാനം തുടങ്ങിയ ആലോചനാ ഘട്ടം മുതൽ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആളാണ്. അവിടെ ആ കുഞ്ഞിനെ ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അവിടെ ഇന്ന് ഈ കുഞ്ഞുങ്ങളെ ആശീർവദിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ഭാവുകങ്ങളും മലയാള മനോരമയുടെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ നേരുന്നു. അവർക്ക് നല്ലൊരു കുടുംബജീവിതം, ഒരു ഭാവി ജീവിതം ഈശ്വരൻ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ചുറ്റും സരസ്സുമല്ല, എത്രയോ സരസ്സുമാർ ഇതുപോലെ ഉണ്ട്. അല്ലെ, സുമേഷ്മാരുണ്ട്, സുരേഷ്മാരുണ്ട്. കണ്ടതെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ നല്ലൊരു കുഞ്ഞ്. ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം എനിക്ക് ആഹാരം വിളമ്പി തരുകയും ഒക്കെ ചെയ്ത ഇവളും നേരത്തെ കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞും. അവരെ മുഖമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ആരുടെ പേരും ഒന്നും അറിയത്തില്ല. എന്നാലും